ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 18-ാമത്തെ വചനം. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ ഒരു വ്യത്യസ്തമായ മുഖമാണ് 16 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിളക്കിന്റെ ഉപമയാണ് കർത്താവ് അതിന് ഉപോത്ബലകമായി അവലംബിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് ഉപയോഗിച്ച അനേക ഉപമാനങ്ങൾ അത് സാധാരണവും ലളിതവുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അനേക ആത്മീക സത്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും ശിഷ്യന്മാർക്കും ബോധ്യമായി എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആശയവിനിമയത്തിന്റെ ഗാംഭീര്യതയും ലളിതമായിട്ടുള്ള വാക്കുകളുടെ പൂരിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് ഇവിടെ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. സത്യത്തിൽ നിങ്ങൾ എങ്ങനെ പറയുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളാനല്ലേ പറയേണ്ടത്. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. അതിന് കാരണമുണ്ട്. 16-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത്, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയില്ല. വെളിച്ചം മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ തടസ്സമാകുവാൻ പാടില്ല. രണ്ടാമത്, ആ വിളക്ക് കത്തിച്ച് കട്ടിലിന് കീഴെ വെക്കരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് നമ്മുടെ വിശ്രമം ഒരു തടസ്സമാകരുത്, കട്ടിൽ ഒരു തടസ്സമാകരുത്. 3, അത് തണ്ടിന്മേലാണ് വെക്കേണ്ടത്. എല്ലാവർക്കും കാണേണ്ടതിന് അത് തണ്ടിന്മേൽ വെക്കണം. അർത്ഥാൽ എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം ലഭിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. അടുത്ത 2 കാര്യങ്ങളാണ് ഏറ്റവും ചിന്തനീയമായ കാര്യം. 4-ാമത് പറയുകയാണ്, വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല. നാം ഭയക്കേണ്ട ഒരു വാക്യമാണ്. എല്ലാം വെളിപ്പെടും, ഗൂഢമായി ഒന്നും ഇരിക്കില്ല. ഇത് നമുക്ക് ഭയം ജനിപ്പിക്കുന്ന വാക്യമാണ്. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെ ചെയ്തിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും കർത്താവ് തൻ്റെ കണ്ണിന് മുമ്പിൽ വരച്ച് കാണിക്കുമ്പോൾ, അത് വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ, ഗൂഢമായിട്ടൊന്നുമില്ലാതെ എല്ലാവരുടെയും കാങ്കെ അത് വെളിപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അത് വളരെ ചിന്തനീയമായ കാര്യമാണ്. മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത്, പ്രസിദ്ധമായി വരാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, വെളിച്ചത്ത് വരാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഒരു ദിവസം ഇതെല്ലാം പ്രസിദ്ധമാകും. അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നാം കേൾക്കുന്ന വാക്കുകൾ, അതെങ്ങനെ കേൾക്കുന്നു എന്ന് നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കേൾവിക്കാരെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് 5 വിധത്തിലുള്ള കേൾവികളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഡയറക്റ്റ് ലിസണേഴ്സാണ്. നേരിട്ട് കേൾക്കുന്ന ആളുകൾ. ഒരു പ്രഭാഷണമോ ഒരു സന്ദേശമോ ഒരു കലയോ ഉള്ള സാഹിത്യ ഭാഷയോ കവിതയോ എന്തെങ്കിലും നേരിട്ട് കേൾക്കുക. അത് അവതാരകനിൽ നിന്ന് ശ്രോതാവിലേക്ക് വരുന്ന ഡയറക്റ്റ് ലിസണിംഗ് ആണ്. രണ്ടാമത്, സെക്കൻഡ് ലൈൻ ലിസണിംഗ്. അതായത് ഒരാൾ കേട്ടു ആ കാര്യം മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നതിനെയാണ് സെക്കൻഡ് ലൈൻ ലിസണിംഗ് എന്ന് പറയുന്നത്. തേർഡ് ലൈൻ ലിസണിംഗ് എന്ന് പറയുമ്പോൾ, മറ്റെങ്ങോ സംഭവിച്ച കാര്യത്തിന് മറ്റൊരാൾ ദൃക്സാക്ഷിയായി എന്നുള്ള കാര്യം ഞാൻ സാക്ഷീകരിക്കുന്നതാണ് തേർഡ് ലൈൻ ലിസണിംഗ് എന്ന് പറയുന്നത്. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. വേറെ എവിടെയോ നടന്നു, എന്നിട്ട് ഞാൻ ആ കാര്യം, അറിഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. 4-മത്, കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഇരുന്നേക്കാം, വന്ന് കേട്ടേക്കാം, ഒന്ന് ചിന്തിച്ചേക്കാം, പറയുന്നതല്ലേ എന്ന് വെച്ച് സേക്ക് ഓഫ് ഹിയറിങ്ങിന് വേണ്ടി കേൾക്കുന്നതാണ് 4-മത്തെ കാര്യം. 5-മത്, സെലക്റ്റഡ് ഹിയറേഴ്സ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കുന്ന, എനിക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കുന്ന ഒരു വ്യക്തി, അതാണ് സെലക്റ്റഡ് ഹിയറേഴ്സ്. പ്രിയമുള്ളവരെ,
നാം ഇതിലേത് ഗണത്തിൽപ്പെടും? കർത്താവ് പറയുകയാണ്, എങ്ങനെ കേൾക്കുന്നു എന്ന് നാം സൂക്ഷിക്കണം. കാരണം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനാകണമെന്നാണ് യാക്കോബ് 1:19 പറയുന്നത്. നാം കേൾക്കുന്ന കാര്യങ്ങൾ അത് വളരെ ജാഗ്രതയോടായിരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നാം കേട്ടിട്ട് അത് ഫോണിലൂടെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. പലപ്പോഴും അത് ശരിയാണോ? ശരിയല്ലാത്ത എത്രയോ കാര്യങ്ങൾ പറയുന്നു, പങ്കുവെക്കുന്നു. അതിനോട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ദൈവം അതൊന്നും രഹസ്യമാക്കി വെക്കാതെ അതെല്ലാം പരസ്യമാക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളേണ്ടതിൻ്റെ കാലം അതിക്രമിച്ചു. നാം കേൾക്കുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? അവർ പറയുന്നത് നിജസ്ഥിതിയാണോ, സത്യമാണോ, അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് കർത്താവിൻ്റെ പദപ്രയോഗത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളണം. പ്രിയ, നമ്മുടെ ജീവിതത്തിൽ മഹോന്നതനായ ദൈവത്തെ അങ്ങനെ സ്നേഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകട്ടെ.